നമസ്കാരം. കോൺഗ്രസിന്റെ പ്രീണന നയമാണ് രാജ്യത്ത് ഭീകരവാദവും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാണെന്ന് വിമർശനവുമായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. 2014 മുമ്പ് രാജ്യത്തിന്റെ സുരക്ഷ എന്നത് അന്നത്തെ സർക്കാരിനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു പ്രധാന വിഷയമായിരുന്നില്ല. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചാൽ തന്നെ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കത്തുകൾ മാത്രം അയക്കുന്ന രീതിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഭയമുണ്ടായിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ വരവോടെ ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത്. പാകിസ്ഥാന് അതോടെ നല്ല ഭയമുണ്ടായിരുന്നു. തീവ്രവാദം അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴും പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്നത് കോൺഗ്രസിന്റെ പ്രീണന നയത്തിന്റെ തുടർച്ചയായിട്ടാണ്. തീവ്രവാദത്തിനെതിരെയും കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരെയും യാതൊരു നടപടിയും എടുക്കാത്ത ഭരണകൂടമായിരുന്നു മുൻ UPA സർക്കാരിന്റെ കാലത്തേത്. ലോകം നടുങ്ങിയ മുംബൈ ഭീകരാക്രമണത്തിനുൾപ്പെടെ രാജ്യം സാക്ഷിയായി. എന്നിട്ടും കോൺഗ്രസ്കാർ തീവ്രവാദികൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ല. അന്നത്തെ സർക്കാരിന്റെ കാലത്ത് പാകിസ്ഥാന് ചില രേഖകൾ കൈമാറിയതൊഴിച്ചാൽ വെറും നിഷ്ക്രിയമായ സർക്കാരാണ് അധികാരത്തിലിരുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് ഭരണത്തിൽ രാജ്യസുരക്ഷയ്ക്ക് വേണ്ട രീതിയിൽ ശ്രദ്ധ നൽകാത്തത് രാജ്യത്തിന് തന്നെ വൻ ഭീഷണിയായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടെ സാഹചര്യങ്ങളിലും വൻ മാറ്റമുണ്ടായി. തീവ്രവാദികളെ അവരുടെ താവളത്തിൽ കടന്ന് ഇല്ലാതാക്കുന്ന സർക്കാരാണ് മോദിയുടേത്. പാകിസ്ഥാനിൽ കടന്ന് മറുപടി നൽകാൻ ഇന്നത്തെ ഇന്ത്യക്ക് ഭയമില്ല. കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവും അതിന്റെ അവസാന നാളുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. മൂന്നാം വട്ടവും മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ ഭീകരവാദത്തിന്റെ അടിവേര് അറുത്തുമാറ്റും. തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയെ പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്കെതിരായ അന്തരീക്ഷം രാജ്യത്ത് ഉണ്ടാകണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് അതിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ രാഹുലിനെ പുകഴ്ത്തുകയാണ്. പുൽവാമ ആക്രമണത്തെ യാതൊരു മടിയുമില്ലാതെ ന്യായീകരിച്ച പാകിസ്ഥാൻ സർക്കാരിന്റെ ഒരു മുൻ മന്ത്രിയാണ് രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് എവിടെ വിജയിച്ചാലും അത് പാകിസ്ഥാൻ ആഘോഷമാക്കും. കാരണം ഇന്ത്യയിൽ കഴിവുകെട്ട ഒരു സർക്കാർ വരണമെന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസും ഈ രാജ്യം തകരണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ശത്രുക്കളും ഒരുമിച്ച് നിൽക്കുകയാണ്. ഇതിലൂടെ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി വിജയിച്ചാൽ ഇന്ത്യയിൽ ദീപാവലി ആയിരിക്കും. പക്ഷെ അത് സംഭവിക്കരുതെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു. ശത്രുക്കൾ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് അവരുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ചാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഇന്ന് ആ പാർട്ടിയെ നയിക്കുന്നത്. പ്രീണന നയങ്ങളിലൂടെയാണ് രാജ്യത്ത് വിഘടനവാദവും തീവ്രവാദവും എല്ലാം അതിന്റെ പാരമ്പര്യത്തിൽ എത്തിയിരിക്കുന്നത്. കോൺഗ്രസ് കാലത്ത് നടന്ന അഴിമതികളാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം എന്ന വിപത്തിനെ അതിവേഗം വളർത്തിയത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ഇതിനെയെല്ലാം ഫലപ്രദമായി തന്നെ തടയാൻ കഴിഞ്ഞുവെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.